ഹേ ഗായ്സ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കൊരു പ്രശ്നം പറ്റി. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൈക്ക് ഓഫാക്കിപ്പോയി. സോ വോയിസ് ഓവർ വെച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം മറ്റേതിൻ്റെ ബാക്കിയാണ്. നമ്മൾ കഴിഞ്ഞതിൽ ഈ അയണിങ് കെട്ട് ഒരു കേവ് കണ്ടുപിടിക്കുന്നവരെയല്ലേ നിർത്തിയത്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങാം. ഫൈനലി നമ്മൾ കുറേ കുഴിച്ച് പോയി. അത്രയ്ക്കൊന്നും കുഴിച്ചില്ല. അവസാനം നമുക്ക് അവിടെ കുറേ അയൺ കിട്ടി. ഒരു കേവ് കണ്ടുപിടിച്ചു. കുറേ സോംബിയുടെയൊക്കെ സൗണ്ട് കിട്ടി. ഇവിടെ വലിയൊരു കേവ് ആണെന്നും പറഞ്ഞാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കും. പിന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പിന്നെ കുറേ തെരച്ചിൽ, അത് ഞാനൊരു 4x സ്പീഡിൽ നിന്ന് കാണിച്ചിട്ട് വരാം. അങ്ങനെ 4x നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ വോയിസ് പറയാൻ ഭയങ്കര പാടാണ്. എന്താണോ എന്തോ ഇതൊക്കെ ഞാൻ എന്തിനാണോ എന്തോ PvP പോലും ചെയ്യാറിയാത്ത ഞാൻ ചാടാൻ പോലും അറിഞ്ഞൂടാ. എന്തൊരു മണ്ടനെ മൈക്ക് ഓണാക്കാനും മറന്നേ. നിങ്ങൾക്ക് എന്തായാലും കണ്ടാൽ പോയി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സെറ്റാക്കാം ഗൈസ്. എനിക്കാണെങ്കിൽ തലവേദന എടുക്കുന്നു. അപ്പം എന്തായാലും മൈനിങ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു കുന്ത്രാപ്പും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അതെൻ്റെ മനസ്സിലായി. ആ കേവ് ഒരു ഉമ്മണി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നത് ഒരു എൻഡർമാൻ ആയിരുന്നു. ആ എൻഡർമാൻ്റെ സൗണ്ട് നമ്മൾ കേട്ട്. അപ്പോൾ മൈനിങ് ഒക്കെ ചെയ്ത് വീട്ടിലോട്ട് പോയാണ് ഞാൻ. മൈനിങ് ചെയ്ത് കുറേ അയൺ 10-13 അയൺ ആണ്ട് കിട്ടിയില്ലേ? നോക്കട്ടെ. അത് തന്നെ, കൃത്യം 13 അയൺ. രാത്രിയായി, നേരെ ചെന്ന് കിടന്ന് ഉറങ്ങാം. ഞാൻ ഇതിന് ഫർണസ് ക്ലിക്ക് ചെയ്താ സ്ലിപ്പിംഗ് ത്രൂ ദ നൈറ്റ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. നിങ്ങൾ 2026 വേൾഡ് കപ്പ് കാണുന്നുണ്ടോ? ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു? വേൾഡ് കപ്പ് വീഡിയോ എടുക്കാൻ കുറേ ടൈം എടുക്കും. രാത്രിയൊന്നും ഉറക്കമില്ല. അതുകൊണ്ടേ ഈ സോംബീൻ്റെ കാര്യം പാടാക്ക ഒറ്റ വീട്ടിൻ്റെ ചത്തില്ലേ. ഈ ഹേബേൽ മറ്റേ ട്രേഡ് ചെയ്യാൻ പറ്റുമല്ലേ? പിന്നെ ആവട്ടെ. എൻ്റെ തത്തും കുട്ട ഇത് വേറൊരു പരിപാടി എന്തിനാണ്? അയ്യോ, എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് വീഡിയോയിൽ അങ്ങനെ വില്ലേജിൽ നമുക്ക് ഇറങ്ങാം. നമുക്ക് എന്തൊക്കെ പരിപാടി ചെയ്യാമെന്തോ. അവിടെ ഇരിക്കുന്ന ഒരു കുതിരയായിരുന്നു. സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കട്ടു. എന്തെങ്കിലും ആവശ്യം വരും. XP മാത്രം. എനിക്ക് റോട്ടൺ ഫ്ലഷ് ഒന്നും വേണ്ടേ. വെറുതെ വില്ലേജിൽ നിന്നൊക്കെ നോക്കാം വല്ലതും ഉണ്ടാകുന്നു. ഞാൻ അത് ഇഷ്ടം പോലെ വീട് കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. നീ ഇടറക്കാം. നീ എന്തിനാ ട്രേഡ് ട്രേഡ്? ഇവരുടെ അടുത്ത് ഞാൻ നേരത്തെ ചോദിച്ചത് ഒന്നും തരത്തില്ല കൊള്ളാമെന്ന്. ഇവിടെ ആണെങ്കിൽ ഇതില്ല. എടുക്കാം. എല്ലാവരും വീട്ടിൽ കയറി പോകണം. അങ്ങനെ എൻ്റെ ട്രേഡർ എവിടെയാണോ? ട്രേഡർ വാണ്ടറിങ് ട്രേഡർ. എൻ്റെ എല്ലാത്തിൻ്റെ മോപ്സിൻ്റെ എൻ്റെ നെയിമൊക്കെ ഞാൻ മറന്നു. പക്ഷേ ഇവനും അത് തന്നെ. എല്ലാവരും ഇത് തന്നെയല്ല തരുന്ന. ശേടാ, കുതിര എടുത്താലോ? എടുക്കാം. ഞാനിപ്പോൾ കുതിര എടുക്കാം. കുതിര എടുക്കാൻ എന്തൊരു സാഡില്ല. ആ താഴത്തെ വലിയ വീട്ടിൽ നമ്മൾ കയറിയായിരുന്നു. ഇല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. കയറി ഈ വീട്ടിൽ കയറിയായിരുന്നു. ഫസ്റ്റ് കയറി ഈ വീട്ടിൽ. മറ്റേ ലൂമുള്ള വീടല്ലേ? തന്നെ. എന്താ ട്രൈഡ് എന്ത് കാര്യോടാ നീ? എൻ്റെ ഫോണില്ല. ട്രേഡ് ചെയ്യാൻ സാധനമില്ല എനിക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ.
എന്തായാലും നമ്മൾ ട്രേഡിംഗ് സെൻ്ററൊക്കെ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുക. ഫസ്റ്റ് എപ്പിസോഡ് ഈ സെക്കൻഡ് എപ്പിസോഡ് കാണുന്നവർ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് കണ്ടിട്ട് കണ്ടാൽ കൊള്ളാം. അടുത്ത എപ്പിസോഡോട് നമുക്ക് വീടൊക്കെ പണിയാം. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ഞാൻ കൂടെ അത് പറയുന്നുണ്ട്, നിങ്ങളത് ചെയ്യുമല്ലോ, നല്ലതല്ലേ? എന്തിനാ പറയണോ? നിങ്ങളത് ചെയ്യും. ഒരു പശുവിനെ വേണോ? പശുവിനെ കണ്ടിട്ടില്ലല്ലോ. പശുമ്പേ ഞാൻ പോകണമെന്ന് കിട്ടുന്നില്ല. വെറുതെ അങ്ങോട്ടൊക്കെ കറങ്ങിത്തിരിക്കാം. എന്ത് ചെയ്യാനാ ഈ പശുമ്പേ? പശുമ്പ പശുമ്പെ കൊല്ലുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് സാഡിലുണ്ടാക്കാം. തന്നതുമില്ല. സാഡിലുണ്ടാക്കില്ല, ഇതൊരു വേണോ എന്തോ അറിഞ്ഞോന്ന് കൂടാ. ഒരു സാഡിലിട്ടുമ്പോൾ നോക്കാം. സാഡിലുണ്ടാക്കാൻ ലെതർ വേണം. അതോ വയ്ക്കുന്നു രണ്ടാവന്മാർ. മറ്റേ മമ്മൂട്ടിയെ മോഹൻലാലിന് തിരിഞ്ഞ് നടക്കല്ലേ അവന്മാർ തിരിഞ്ഞ്. കൃത്യം മമ്മൂട്ടി മോഹൻലാലിന് തിരിഞ്ഞ് നടക്കുമ്പോൾ തിരിഞ്ഞ് മറ്റേ സീനില്ലേ? സാഡിലുണ്ടാക്കാൻ പറ്റും. ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം സാഡിലുണ്ടാക്കാൻ പറ്റാൻ എത്ര വേണമെന്ന്. 3 ലെതർ വേണ്ട. കിട്ടി. ഇതാണ് നിങ്ങളത്. അവൻ്റെ ഹെൽത്ത് നോക്കിയാണ് 2 ഹാർട്ട് എക്സ്ട്രാ ഉണ്ട്. അല്ല ഹെൽത്താ. അടുത്ത നിങ്ങൾ ചുമ്മാ ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കുന്നതല്ലേ. അങ്ങനെ വിളിക്കുന്ന ഞാൻ എന്തൊരു പറയുന്ന, ഇൻഡയറക്റ്റായിട്ട് വിളിക്കുന്നതല്ല, ഡയറക്റ്റായിട്ട് തന്നെ വിളിക്കുന്നത്. ഇപ്പം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം കോപ്പി ശ്രുതി അണ്ണൻ്റെ കോപ്പി, അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും തുടങ്ങുന്ന കോപ്പി അടിച്ചിട്ടൊക്കെ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നതൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാ? അങ്ങനെ കുറേ നേരമുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ നേരെ പോകുന്നത് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിലോട്ട്. എന്തിനാ? സാഡിലുണ്ടാക്കാൻ എന്തിനു വേണോ? അങ്ങനെ അവിടം വരെ പോയി. ഇത് റാബിറ്റ് എന്നാ? ബീട്രൂട്ട് അല്ല, അത് ബീട്രൂട്ട് തന്നെ. പക്ഷേ ഇത് ഗ്രോ ആയില്ല. ഞാൻ പിന്നെ ഉപയോഗിക്കുന്ന വാൻഡറിങ് ട്രേഡർ അവ ഒന്നും തരത്തില്ല. കുറച്ച് അവർ സാധനം അയൺ മൊത്തം സ്മെൽറ്റ് ആയില്ലേ? എന്ത് ചെയ്യണം? എന്തിനാണോ അച്ചീവ്മെൻ്റൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞില്ല 3 ലെതർ വേണോന്ന്. പിന്നെ ഒരു അയണും. ഞാൻ അയൺ വേണമെന്ന് വെച്ചാൽ പറഞ്ഞ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അറിയായിരുന്നു എനിക്ക് 3 ലെതറും ഒരു അയണും വേണമെന്ന്. പിന്നെ ഇപ്പോഴാണ് ഓർക്കുന്ന. എന്നാലും ഒരു കൺഫർമേഷന് വോയിസ് ഓവർ ചെയ്യുന്നതാണെങ്കിലും അപ്പത്തെ സംസാരിക്കാനാണ് നോക്കുന്നത്. പിന്നെ അതിൽ നിന്ന് കുറേ നീണ്ട യാത്രകൾക്ക് ശേഷം വീണ്ടും ഒരു പശുവിനെ തേടി നടക്കുവാണ്. അത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് പശുവിനൊക്കെ കൊന്ന് ഈ പശുവിനെ കൊല്ലുമ്പോൾ എനിക്ക് 2 ലെതർ കിട്ടും. മുമ്പ് വന്ന പശുവിനൊക്കെ 1 ലെതറും പിന്നെ ഒരെണ്ണം ബാക്കിയത് 1 ലെതറും തന്നില്ല. ഇപ്പോഴത്തെ ലെവലല്ലേ. പാവൻ ചത്തുപോയി. ഇവന് വേണ്ടി നമ്മളൊരു ഇവൻ്റെ മെമ്മറി രമണൻ മതി പശുവിൻ്റെ പേര്. അവൻ്റെ മെമ്മറിക്ക് വേണ്ടി നമ്മളൊരു റെസ്റ്റ് ഇൻ പീസ് ബ്രോ. നമ്മൾ കൊല്ലുന്ന ആൾക്കാർ മൊത്തം ഇങ്ങോട്ട് ആക്കിയിട്ടൊരു സെമിറ്റേരി ആക്കിയാലേ കിടുക്കുമല്ലേ. എൻ്റെ കൂടെ എൻ്റെ തത്തമ്മയുണ്ട്. തത്തമ്മ എവിടെ? തത്തമ്മ എൻ്റെ തോളത്താണ്. അങ്ങനെ ഓടിച്ചാടിപ്പായ സാഡിലുണ്ടാക്കണ്ടേ? സാഡിൽ ഉണ്ടാക്കിയില്ല. സാഡിലുണ്ടാക്കുക. അങ്ങനെ തത്തമ്മ അവിടെ പോയി. തോളത്താണ്. അപ്പം നമുക്ക് സാഡിലുണ്ടാക്കാം. ഫസ്റ്റ് ട്രയലിന് ഏതെങ്കിലും ഒരു ഇവനെ നോക്കാം.
അപ്പോൾ സാഡിലുണ്ടാക്കി കുതിര ആക്കുന്നവരെ ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. വേണ്ട യുമാ രണ്ടേലും ഏതെങ്കിലും ഒരുത്തിന് എടുക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. ആരും ഇറങ്ങുന്നില്ലടേ, ഇറങ്ങടാ. ഓ അപ്പോൾ ഒരു പൂച്ച ഇറങ്ങി വന്നു. അതെങ്ങനെ അവിടെ എത്തി പൂച്ച? അതാണ് നമുക്കറിയാം. ഇറങ്ങടാ. എന്തോ കേറാത്ത. ഓ അങ്ങനെ വീറ്റ് കൊടുക്കാറായി. വീറ്റ് എടുക്കട്ടെ. ഫീഡ് ഇനി മൗണ്ട് ചെയ്യാൻ പറ്റുമല്ലേ? ആ പറ്റിക്ക. ഇൻവെന്ററി എടുക്കണം. കിട്ടി. സാഡിലെടുത്ത് അതിൻ്റെ മണ്ട ഇടുക. ഇറക്കാം. പിന്നെ സ്പീഡ് ഹെൽത്ത് പോരാ. ഹെൽത്ത് കുഴപ്പമില്ല, സാധാ. പിന്നെ സ്പീഡും അത്രക്കില്ല. ഇതോടെ നമ്മൾ മറ്റേ ഇവൻ്റെ റെസ്റ്റ് ഇൻ പീസ് ചോടൊക്കെ ചെയ്യും. അങ്ങനെ അപ്പോൾ നമുക്ക് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൂടെയുള്ളത്. എൻ്റെ ഒരു പശു മരിച്ചുപോയി, അതൊക്കെ അറിഞ്ഞ്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.